പുതിയ നിയമസംഹിതകളുടെ പേര് പറയില്ലെന്ന നിലപാടെടുത്ത് ജഡ്ജി. മദ്രാസ് ഹൈക്കോടതി ജഡ്ജ് ജസ്റ്റിസ് ആനന്ദ് വെങ്കടേഷാണ് നിയമസംഹിതകളുടെ പേര് പറയില്ലെന്ന് വ്യക്തമാക്കിയത്. IPC, CRPC എന്നിവ തുടർന്നും ഉപയോഗിക്കുമെന്നും ഹിന്ദി പറയുമ്പോൾ തന്റെ ഉച്ചാരണം ശരിയാവില്ല എന്നും ജഡ്ജി പറയുന്നു. വിഷ്ണു പ്രസാദ് കൂടുതൽ വിവരങ്ങളുമായി. വിഷ്ണു, ഈ നാഗരിക് സംഹിതകൾ കൊണ്ടുവന്ന സമയത്ത് തന്നെ വലിയ വിമർശനം തമിഴ്നാട്ടിൽ നിന്നും മറ്റൊക്കെ ഉയർന്നു വന്നിരുന്നു. കാരണം കോടതി നടപടികളെല്ലാം, അതിൻ്റെ ജഡ്ജ്മെൻറ്റുകൾ, അതിൻ്റെ വാദങ്ങളെല്ലാം ഇംഗ്ലീഷിലായിരിക്കെ തന്നെ ഈ നിയമസംഹിതകളുടെ പേര് മാറ്റുന്നത് ഒരു വിഭാഗം ആളുകൾക്ക് അത് കൈകാര്യം ചെയ്യാൻ പോലും പ്രയാസം ഉണ്ടാകുമെന്ന് വിമർശനം ഉണ്ടായി വന്നതാണ്. കോടതിയിൽ നിന്ന് ഒരു ജഡ്ജി തന്നെ ആ വിമർശനത്തെ ഏറ്റെടുക്കുകയാണ്. നിഷാദ്, തീർച്ചയായും. കാരണം IPC, CRPC, ഇന്ത്യൻ എവിഡൻസ് ആക്ട് എന്നീ 3 നിയമസംഹിതകൾ പൊളിച്ചെഴുതി പകരം ഭാരതീയ ന്യായ സംഹിത, ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത, ഭാരതീയ സാക്ഷ്യ അധിനിയം എന്നിങ്ങനെ 3 നിയമസംഹിതകളായാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ നിയമനിർമ്മാണം നടത്തിയിട്ടുള്ളത്. ഇത് വ്യാപകമായ ആശയക്കുഴപ്പമാണ് ഈ മേഖലയിലെല്ലാം ഉണ്ടാക്കിയിട്ടുള്ളത്. അത് കോടതി വ്യവഹാരങ്ങളിലായാലും ന്യായാധിപന്മാർക്കായാലും അഭിഭാഷകർക്കായാലും വലിയ ആശങ്ക സൃഷ്ടിക്കുന്നുണ്ട്. അതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് തമിഴ്നാട് ഹൈക്കോടതിയിൽ ഇന്നലെ നടന്നത്. ഇന്നലെ ഒരു കേസുമായി ബന്ധപ്പെട്ട ഒരു വാദത്തിനിടെയായിരുന്നു ഈ പ്രസ്താവന ജഡ്ജിയുടെ ഭാഗത്തു നിന്നുണ്ടായത്. അതായത് ഒരു കുറ്റകൃത്യവുമായി ബന്ധപ്പെട്ട സമയപരിധി തീരുമാനിക്കുന്നതിന് അതിന് IPCയിലുള്ള ഒരു വകുപ്പോ അല്ലെങ്കിൽ അത്തരം നിർവചനമോ അല്ല പുതിയ നിയമമായിട്ടുള്ള ഭാരതീയ ന്യായ സംഹിതയിലുള്ളത്. അതുകൊണ്ട് തന്നെ സഹായിക്കാൻ അഭിഭാഷകരോട് അദ്ദേഹം ആവശ്യപ്പെടുകയും ചെയ്തു. തുടർന്ന് മദ്രാസ് ബാർ കൗൺസിൽ പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവരുടെ സഹായത്തോടു കൂടിയാണ് അദ്ദേഹം ആ ഒരു ചോദ്യത്തിനൊരു ഉത്തരം കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്തായാലും അദ്ദേഹം ഈ ഒരു വേളയിലാണ് പറഞ്ഞത്, തനിക്ക് ഹിന്ദി അറിയില്ല, ഇതിലെ പല നിയമങ്ങളോ അല്ലെങ്കിൽ പല വാക്കുകളോ ഉച്ചരിക്കുമ്പോൾ ശരിയാകുന്നില്ല, അതുകൊണ്ട് തന്നെ താൻ ഇനിയും IPC, CRPC എന്ന് മാത്രമേ ഉപയോഗിക്കൂ, പുതിയ നിയമസംഹിതകളുടെ പേര് താൻ ഉപയോഗിക്കില്ല എന്നും ജസ്റ്റിസ് ആനന്ദ് വെങ്കടേഷ് വ്യക്തമാക്കുകയും ചെയ്തു.